ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിച്ചാറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ BEdലെ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സൈക്കോളജി ആൻഡ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് സൈക്കോളജി എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷൻസും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ ഇൻ ഹ്യൂമൻസ് ആൻഡ് നോൺ ഹ്യൂമൻസ്. മനുഷ്യന്മാരിലും അതേപോലെ തന്നെ മനുഷ്യന്മാരല്ലാത്ത നോൺ ഹ്യൂമൻസിലും ഉണ്ടാവുന്ന മനസ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയറിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണ് നമ്മൾ സൈക്കോളജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റഡി ഓഫ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ഫിനോമിന. അതിൽ ഒരേപോലെ തന്നെ കോൺഷ്യസ് ആയിട്ടുള്ള ഫിനോമിനാസിനെ കുറിച്ചും അതേപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഫിനോമിനാസിനെ കുറിച്ചും ഒരുപോലെ പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് കൺസേൺസ് വിത്ത് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്സ്. പെരുമാറ്റങ്ങളുടെ അല്ലെങ്കിൽ സ്വഭാവങ്ങളുടെ അത്തരത്തിലുള്ള ബിഹേവിയേഴ്സിൻ്റെയും അതേപോലെ തന്നെ മെൻ്റൽ പ്രോസസ്സുകളെ കുറിച്ചൊക്കെയും ഇതിനകത്ത് ഒരു കൺസേൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി. അപ്പോൾ ഇത് മീനിങ് വളരെ കുറച്ച് ചെറിയ പോയിൻറ്റ്സാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് മാർക്ക് അനുസരിച്ചിട്ട് ഇതിനകത്തുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. മാർക്ക് അനുസരിച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വുഡ്സ്വർത്തിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഇൻ റിലേഷൻ ടു ദ എൻവയൺമെൻറ്റ്. അപ്പോൾ ഏതൊരു ഇൻഡിവിജ്വൽസിനും അവരുടെ ആ ഒരു പരിസരത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതി എൻവയൺമെൻറ്റിൻ്റെ അനുസരിച്ച് ഉണ്ടാവുന്ന ആ ഒരു സയൻസ് ഓഫ് ആക്ടിവിറ്റീസ്, ആ ഒരു വ്യക്തിയുടെ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിക്ക് പുറകിലുള്ള സയൻസിനെ കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു ശാഖയാണ് നമ്മൾ സൈക്കോളജി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്നാണ് വുഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത്. സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. മനുഷ്യന്മാരുടെ ബിഹേവിയറിനെയും മനുഷ്യന്മാരുടെ റിലേഷൻഷിപ്സിനെ കുറിച്ചും പറയുന്ന സ്റ്റഡിയാണ് സൈക്കോളജി എന്നാണ് ക്രോ ആൻഡ് ക്രോ പറഞ്ഞിട്ടുള്ളത്. സൈക്കോളജി ഇസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, ഇറ്റ്സ് കോസസ് ആൻഡ് കണ്ടീഷൻസ്. മനുഷ്യന്മാരുടെ ബിഹേവിയറിനെ കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ കാരണങ്ങളും ഓരോ ബിഹേവിയേഴ്സിനും പുറകിലുള്ള കാരണങ്ങളും അതിൻ്റെ കണ്ടീഷൻസിനെ കുറിച്ചും പറയുന്നതാണ് എന്നായിരുന്നു വില്യം MC ഡോഗൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ്. ബിഹേവിയറിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും സയൻസ് ആണ് സൈക്കോളജി എന്നാണ് സ്കിന്നർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചില നിങ്ങൾക്ക് എളുപ്പം തോന്നിക്കുന്ന ഏതെങ്കിലും ചില ഡെഫിനിഷൻസ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ എക്സാമിനത് എഴുതുന്നത് നന്നായിരിക്കും. ഇനി അടുത്ത ടോപ്പിക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്ക് തന്നെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി? അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു നെയിം പറയുന്ന പോലെ തന്നെ സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു സ്റ്റഡീനെ അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിനെ നമ്മൾ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. മീനിങ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇസ് എ സ്റ്റഡി ഓഫ് ഹൗ ഹ്യൂമൻസ് ലേൺ ആൻഡ് റീറ്റെയിൻ നോളജ് പ്രൈമറിലി ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് ലൈക്ക് ക്ലാസ് റൂംസ്. അതായത് ക്ലാസ് റൂംസ് പോലെയുള്ള എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സുകളിൽ എങ്ങനെയാണ് മനുഷ്യന്മാർ പഠിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്തെടുക്കുന്നത്, ലേൺ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഓർമ്മ അല്ലെങ്കിൽ അറിവിനെയൊക്കെ നിലനിർത്തി പോകുന്നത് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ക്ലാസ് റൂമിനകത്ത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിനകത്ത് നടക്കുന്നത് എന്ന് പഠിക്കുകയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡീൽസ് മെയിൻലി വിത്ത് പ്രോബ്ലംസ്, പ്രോസസ്സസ് ആൻഡ് പ്രൊഡക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൻ്റെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതേപോലെ തന്നെ അതിൽ നടക്കുന്ന പ്രോസസ്സുകൾ, അതിൻ്റെ പ്രൊഡക്ട്സ് കാര്യങ്ങളെക്കുറിച്ചൊക്കെയും അതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ലേണിംഗ് പ്രോസസ്സ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രമല്ല നോക്കുന്നത്, അതിനകത്ത് വരുന്ന വ്യക്തികളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ പ്രോസസ്സുകളെയും ഇതിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോ പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ സൈക്കോളജി ഡിസ്ക്രൈബ്സ് ആൻഡ് എക്സ്പ്ലെയിൻസ് ദ ലേണിംഗ് എക്സ്പീരിയൻസസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ബർത്ത് ത്രൂ ഓൾഡ് ഏജ്. ഒരു വ്യക്തിയുടെ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസുകൾ ബർത്ത് മുതൽക്ക് ഓൾഡ് ഏജ് വരെ ഉള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അല്ല അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ശാഖയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നാണ് ക്രോ ആൻഡ് ക്രോ പറഞ്ഞിട്ടുള്ളത്. എഡ്യൂക്കേഷൻ സൈക്കോളജി കവേഴ്സ് ദ എൻറ്റയർ റേഞ്ച് ഓഫ് ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി ആസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള ബിഹേവിയറിനെയും പേഴ്സണാലിറ്റിയെയും ആ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചാൾസ് ഇ സ്കിന്നർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ തന്നെ കുറച്ച് ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ടോപ്പിക്ക് സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ തന്നെ സബ് ടോപ്പിക്കാണ്. അതിൻ്റെ സ്കോപ്പ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെയാണ്. ഇറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസ്. എഡ്യൂക്കേഷൻ അത് തന്നെയാണ് അതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ക്ലാസ് റൂം പോലെയുള്ള സെറ്റിക്സിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കോണ്ടക്സിനകത്ത് എങ്ങനെയാണ് ഹ്യൂമൻ ബിഹേവിയർ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡി ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് ആ ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള പോയിന്റ് എന്തായാലും പഠിച്ചു വയ്ക്കാം. ഇറ്റ് സ്റ്റഡീസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്.
കുട്ടിയുടെ ഗ്രോത്തിനെ കുറിച്ചും അതേപോലെ തന്നെ വളർച്ചയെക്കുറിച്ചും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജീനെ. ദ സബ്ജക്ട് മാറ്റർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഇസ് നിറ്റഡ് അറൗണ്ട് ദ ലേണർ. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ ആർക്ക് ചുറ്റുമാണ് അത് റിവോൾവ് ചെയ്യുന്നത്? അത് ഒരു ലേണറിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലേണർ സെൻറ്റേർഡ് ആയിട്ടാണ് അതിനകത്ത് വരുന്ന സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ നടപ്പിലാവുന്നത്. ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് വാട്ട് ലേണിംഗ് എക്സ്പീരിയൻസസ് ആർ ഡിസൈറബിൾ അറ്റ് വാട്ട് സ്റ്റേജ് ഓഫ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേണർ. ഒരു ലേണറിനെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസുകളാണ് അവർക്ക് പോസിറ്റീവായിട്ട് അവരെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് അവർ ആഗ്രഹിക്കുന്നത്, അവരുടെ ഓരോ സ്റ്റേജിൽ അല്ലെങ്കിൽ ഓരോ പ്രായത്തിന് ഓരോ വളർച്ചയ്ക്കനുസരിച്ചിട്ട് ഏത് തരത്തിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? എഡ്യൂക്കേഷൻ സൈക്കോളജി സഹായിക്കുന്നുണ്ട്. To what extent heredity and environment contribute towards the growth of the individual. ഒരു വ്യക്തിയുടെ വളർച്ചയിൽ എത്രത്തോളമാണ് പാരമ്പര്യമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടും കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് എത്രത്തോളം അല്ലെങ്കിൽ ഏത് അളവിൽ അവരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അവരുടെ വളർച്ചയിലേക്ക് എന്നും നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഡീൽസ് വിത്ത് ദ നേച്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി എഡ്യൂക്കേഷൻ സൈക്കോളജി യൂസ് ചെയ്യാം. എഡ്യൂക്കേഷൻ ഇസ് നത്തിങ് ബട്ട് പ്രൊവൈഡിങ് ഗൈഡൻസ് ടു ദ ഗ്രോയിങ് ചൈൽഡ്. വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുക്കാനും നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ കുറച്ച് സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ്. ഇതും അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഓരോ പോയിന്റ്സിനെയും എടുത്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ടോപ്പിക്ക് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഗ്രോത്തും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ തോന്നിക്കുന്ന എന്നാൽ ഒന്നല്ലാത്ത രണ്ട് ടേമുകളാണ് നമ്മുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും. അപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വളർച്ചയാണ്, നമുക്ക് കണ്ണിൽ കാണാൻ സാധിക്കുന്ന വളർച്ചയാണ് നമ്മൾ ഗ്രോത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയുന്ന ഒരു വികാസമാണ്, അല്ലെങ്കിൽ എത്രത്തോളം അവരിൽ ആ ഒരു ചേഞ്ചസ് വരുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതായിരിക്കില്ല. അവരുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അത്തരത്തിലുള്ള വളർച്ചയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാണ് എന്നുള്ള കാര്യം ജസ്റ്റ് മൈൻഡിൽ വെച്ചേക്കുക. ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇസ് എ പ്രോസസ് ദാറ്റ് ഹാപ്പൻസ് ത്രൂ ഔട്ട് എ പേഴ്സൺസ് ലൈഫ് സ്പാൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്ന കാര്യമാണ് ഗ്രോത്തും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റും. രണ്ട് തരത്തിലാണെങ്കിലും രണ്ടും ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ക്യാൻ ബി സീൻ ആസ് എ പ്രോസസ് ഇൻ വിച്ച് ഹ്യൂമൻസ് ചേഞ്ച് ഓവർ ടൈം ആസ് എ ലേൺ ന്യൂ സ്കിൽസ് ഓർ അക്വയർ ന്യൂ നോളജ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുക? അതായത് ഓരോ പ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ വളർച്ച കൂടുന്നതിനനുസരിച്ച് അവരിൽ എന്ത് സംഭവിക്കുന്നു? പലതരത്തിലുള്ള സ്കില്ലുകൾ അവർ പ്രകടമാക്കുന്നു, അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്നു, പുതിയ നോളജുകൾ അവർ അക്വയർ ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരുപാട് ചേഞ്ചസ് ഒരു വ്യക്തിയിൽ വരുമ്പോഴാണ് നമുക്ക് അവന് ഗ്രോത്ത് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കാണാറുള്ളത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇസ് എ പ്രഡിക്റ്റബിൾ പ്രോസസ് ദാറ്റ് മൂവ്സ് ത്രൂ ദ സ്റ്റേജസ് ഓഫ് ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ് ആൻഡ് അഡൾട്ട്ഹുഡ്. അപ്പോൾ ഓരോ സ്റ്റേജ് അനുസരിച്ച് നമുക്കറിയാം ഇൻഫാൻസി ഉണ്ട്, ചൈൽഡ്ഹുഡ് ഉണ്ട്, അഡോളസൻസ് ഉണ്ട്, അഡൾട്ട്ഹുഡ് ഉണ്ട്. ഇത്തരത്തിൽ ഓരോ സ്റ്റേജസിലും ഏതൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു ഇതൊക്കെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം ആ ഒരു കുട്ടി ഈ ഒരു പ്രായമാകുമ്പോൾ ഈ തരത്തിൽ അവൻ്റെ ശരീരം മാറും, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവൻ്റെ പെരുമാറ്റം മാറും, ഇത്തരത്തിലുള്ള സ്കില്ലുകൾ അവൻ അക്വയർ ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി പ്രഡിക്റ്റബിൾ ആയിട്ട് നമ്മുടെ കൺമുന്നിലുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് ഗ്രോത്ത് ആയിട്ടും ഡെവലപ്മെൻ്റ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഇൻഫാൻസി, ഓരോന്നിനെയും കുറിച്ച് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറയുകയാണ്. ഇൻഫാൻസിയിൽ എന്താണ് സംഭവിക്കുന്നത്? വി റിലൈ ഓൺ അതേഴ്സ് ടു മീറ്റ് അവർ നീഡ്സ് ആസ് വി ബിഗിൻ ടു ഗെയിൻ കൺട്രോൾ ഓവർ അവർ ബോഡീസ്. അതായത് ഒരു ഇൻഫാൻസിയിലുള്ള കുട്ടിക്ക്, ശിശുവായിരിക്കുന്ന കുട്ടിക്ക് എന്തിനു സാധിക്കില്ല? എല്ലാം സ്വയം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പോലും മറ്റുള്ളവരെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ സ്വന്തം ബോഡി സ്വയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ആ ഒരു ഇൻഫാൻസി സ്റ്റേജിലുള്ള കുട്ടിക്ക് സാധിക്കില്ല. ഇൻ ചൈൽഡ്ഹുഡ് വി ബിഗിൻ ടു ഡെവലപ്പ് അവർ സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ലേൺ വാട്ട് വി ക്യാൻ ആൻഡ് cannot do. ചൈൽഡ്ഹുഡൊക്കെ നമ്മളേക്ക് കുറച്ചും കൂടി ഒരു ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങും, സ്വയം അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ എന്താണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടാത്തത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറിയൊരു വിവരമൊക്കെ വരുന്ന ഒരു സ്റ്റേജാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. During adolescence, many physical and emotional changes take place as we try to discover who we are and where we belong. അപ്പോൾ അഡോളസൻസ് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഫേസ് ചെയ്യുന്നൊരു പ്രായമാണ്. നമുക്കറിയാം ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ കുഞ്ഞാണോ അതോ ഞാൻ വളർന്നോ, രണ്ടിലേക്കും എത്താൻ പറ്റാത്തൊരു സ്റ്റേജാണ് നമ്മൾ അഡോളസൻസ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിസിക്കലായിട്ടുള്ള ചേഞ്ചുകളും ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ചേഞ്ചുകളും ഒക്കെ അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കും. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ ഐഡൻറ്റിറ്റി ആൻഡ് ആർ വെൽ ഓൺ ദ വേ ടു ബീയിങ് ഇൻഡിപെൻഡൻറ്റ്, റെസ്പോൺസിബിൾ, സെൽഫ് ഡിസിപ്ലിൻഡ് ആൻഡ് പർപ്പസ്ഫുൾ ഇൻ അഡൾട്ട്ഹുഡ്. അത് കഴിഞ്ഞ് അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോഴേക്കും എന്താണ് അവർക്ക് സ്വയം ഒരു സെൽഫായിട്ടൊരു ഡിസിപ്ലിനും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ പർപ്പസ്, എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ, ഇതൊക്കെയും ഫേസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അഡൾട്ട്ഹുഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി അതിൻ്റെ ഡയമെൻഷൻസ് ആണ് ചോദിക്കുന്നത്. ഏതൊക്കെ ഡയമെൻഷൻസിൽ ഹ്യൂമൻ ഗ്രോത്തും ഡെവലപ്മെൻറ്റും സംഭവിക്കുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡയമെൻഷൻ. നമ്മൾ പറഞ്ഞു നമ്മൾ ഹൈറ്റ് കൊണ്ട് വെയിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ലുക്ക് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്ന ചേഞ്ചുകളും അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ട് മാനസികമായിട്ട് സാമൂഹികപരമായിട്ട് അത്തരത്തിലുള്ള ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഓരോ തലങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഫിസിക്കൽ ഡയമെൻഷൻ ആണ്. പേര് പോലെ തന്നെ നമുക്കറിയാം ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അതിനകത്ത് പ്രകടമായിട്ട് കാണുക. ഇറ്റ് റെഫേഴ്സ് ടു ദി ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ആൻ ഇൻഡിവിജ്വൽസ് ബോഡി സൈസ്, ഷേപ്പ് ആൻഡ് ഫംഗ്ഷനിങ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ബോഡി സൈസും അതേപോലെ തന്നെ ഷേപ്പ്, അതിൻ്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഹൈറ്റ്, വെയിറ്റ് ആൻഡ് അതർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫിസിക്കൽ ഡയമെൻഷൻ്റെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക? ഉയരം നോക്കിയിട്ട് അതേപോലെ തന്നെ വെയിറ്റ് നോക്കിയിട്ട് അതേപോലെ തന്നെ മറ്റുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മളത് മെഷർ ചെയ്യാറുള്ളത്. ബിഗിൻസ് അറ്റ് ബർത്ത് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് എ പേഴ്സൺസ് ലൈഫ്. ജനിക്കുമ്പോൾ മുതൽക്ക് ആ ഒരു മരണം വരെ ആ ഒരു ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഹൈറ്റിലോ വെയിറ്റിലോ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചേഞ്ചസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. മോറൽ ഡെവലപ്മെൻറ്റ്, സെൻസറി ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആർ സം ഓഫ് ഇറ്റ്സ് കീ ആസ്പെക്ട്സ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിസിക്കൽ ഡയമെൻഷൻ്റെ കുറച്ച് ആസ്പെക്ട്സുകൾ പറയുകയാണെങ്കിൽ മോറൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, അതേപോലെ സെൻസറി ഡെവലപ്മെൻറ്റ്, സെൻസ് ചെയ്യാനുള്ള കഴിവുകൾ, അതേപോലെ തന്നെ ഹെൽത്ത്, നമ്മുടെ ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെയും അതിനകത്ത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് കോഗ്നിറ്റീവ് ഡയമെൻഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദി ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ആൻ ഇൻഡിവിജ്വൽസ് തിങ്കിങ് ആൻഡ് റീസണിങ് എബിലിറ്റീസ്. ഇപ്പോൾ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ടും പറയുന്നുണ്ടാവുക. ഒരു ഇൻഡിവിജ്വലിൻ്റെ ചിന്തകളെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കഴിവ്, അതേപോലെ തന്നെ റീസണിങ് എബിലിറ്റീസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബിഗിൻസ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് അഡോളസൻസ് ആൻഡ് അഡൾട്ട്ഹുഡ്. ഇപ്പോൾ കോഗ്നിറ്റീവ് ഡയമെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇൻഫാൻസിയിലേ വരുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനും റീസണിങ്ങിനും ഒക്കെ നമുക്ക് സാധിക്കുക ഒരു ചെറിയൊരു കുഞ്ഞിനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതെപ്പോഴും ഒരു ചൈൽഡ്ഹുഡിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. അതേപോലെ തന്നെ അഡോളസൻസിലും അഡൾട്ട്ഹുഡിലൊക്കെ ഇത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പെർസെപ്ഷൻ, അറ്റൻഷൻ, മെമ്മറി, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ആർ സം ഓഫ് ഇറ്റ്സ് കീ ആസ്പെക്ട്സ്. അപ്പോൾ അതിൻ്റെ ആസ്പെക്റ്റുകൾ നോക്കുകയാണെങ്കിൽ പെർസെപ്ഷൻസ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, അതേപോലെ തന്നെ എത്രത്തോളം നമുക്ക് ഓരോ കാര്യങ്ങളിലും അറ്റൻഷൻ കൊടുക്കാനുള്ള കഴിവുണ്ട്, ഓർമ്മ എത്രത്തോളം ഉണ്ട്, പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർത്തെടുക്കേണ്ട കാര്യങ്ങളൊക്കെ എത്രത്തോളം നമുക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെയും അതിൻ്റെ കീ ആസ്പെക്ട്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇമോഷണൽ ഡയമെൻഷൻ ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ആൻ ഇൻഡിവിജ്വൽസ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഫംഗ്ഷനിങ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ഫംഗ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ചേഞ്ചസിനെയാണ് ഇമോഷണൽ ഡയമെൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ബിഗിൻസ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് അഡോളസൻസ് ആൻഡ് അഡൾട്ട്ഹുഡ്. ഇതും അതേപോലെ തന്നെ ചൈൽഡ്ഹുഡിൻ്റെ ആദ്യ ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഇമോഷണൽ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അഡോളസൻസിലും അഡൾട്ട്ഹുഡിലൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. Some of its key aspects are emotional regulation, empathy, self-concept and self-relations. അതിൻ്റെ മെയിനായിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്? ഇമോഷണൽ റെഗുലേഷൻ, അതായത് ഇമോഷൻ നമുക്ക് ആ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കൂടിയും കുറഞ്ഞിരിക്കുന്ന ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇമോഷണൽ റെഗുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവരോട് തോന്നുന്ന ഒരു എമ്പതി, മറ്റുള്ളവരുടെ ഫീലിങ്സ് അതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കഴിവ്, അതേപോലെ തന്നെ അവനവനെക്കുറിച്ചുള്ള ഒരു ബോധ്യം, അതേപോലെ തന്നെ സോഷ്യൽ റിലേഷൻസ്, ഇതൊക്കെ അതിൻ്റെ കീ ആസ്പെക്ട്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ഡയമെൻഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഡയമെൻഷൻ ആണ്. ദ സോഷ്യൽ ഡയമെൻഷൻ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ആൻ ഇൻഡിവിജ്വൽ സോഷ്യൽ ഫംഗ്ഷനിങ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ സോഷ്യൽ ഫംഗ്ഷനിങ്ങിൽ വരാൻ സാധ്യതയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ സോഷ്യൽ ഡയമെൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് ബിഗിൻസ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് അഡോളസൻസ് ആൻഡ് അഡൾട്ട്ഹുഡ്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ചൈൽഡ്ഹുഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് അഡൾട്ട്ഹുഡ് വരെ എത്തി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സോഷ്യൽ ഡയമെൻഷൻ. സം ഓഫ് ദ കീ ആസ്പെക്ട്സ് ആർ സോഷ്യലൈസേഷൻ, പ്യുവർ റിലേഷൻഷിപ്പ് ആൻഡ് ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് സോഷ്യലായിട്ട് ഇടപഴകാൻ സാധിക്കുക. അതേപോലെ തന്നെ പ്യുവേഴ്സ് ആയിട്ട്, അതായത് ഒരേ സമപ്രായക്കാരായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ തന്നെ സ്വയം ഒരു ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതൊക്കെയും സോഷ്യൽ ഡയമെൻഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് ആ ടേം കേൾക്കുമ്പോൾ തന്നെ അറിയാം, സോഷ്യലൈസ് ആവുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സോഷ്യൽ ഡയമെൻഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അടുത്ത മോറൽ ഡയമെൻഷൻ. അപ്പോൾ നമുക്കറിയാം മോറൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ധാരണകളും അല്ലെങ്കിൽ സ്വന്തം ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റേജാണ്. ദ മോറൽ ഡയമെൻഷൻ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ആൻ ഇൻഡിവിജ്വൽസ് മോറൽ റീസണിങ് ആൻഡ് ബിഹേവിയർ. ഒരു ഇൻഡിവിജ്വലിൻ്റെ മോറൽ റീസണിങ്ങിൽ വരുന്ന ചേഞ്ചിനെയാണ് മോറൽ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ബിഗിൻസ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് അഡോളസൻസ് ആൻഡ് അഡൾട്ട്ഹുഡ്. ഇതും അതേപോലെ തന്നെ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ തുടങ്ങിയിട്ട് അഡൾട്ട്ഹുഡ് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മെയിനായിട്ട്.
ഇതിൽ വരുന്ന കീ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്? മോറൽ റീസണിങ്, എത്തിക്കൽ വാല്യൂസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് മോറൽ ആയിട്ടുള്ള റീസണിങ്, നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു മൊറാലിറ്റി തോന്നും, ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്നുള്ള ചിന്തകൾ വരുന്നത്. അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള എത്തിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എത്തിക്സ് വർക്കൗട്ട് ചെയ്യുന്ന സ്റ്റേജാണ്. അതേപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഞാൻ സോഷ്യൽ സിറ്റിസൺ ആണ്, എനിക്ക് സൊസൈറ്റിയോട് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതാണ് എൻ്റെ മോറൽസ് എന്നുള്ള രീതിയിലുള്ള ഓരോ ചിന്തകളൊക്കെ വരുന്ന അല്ലെങ്കിൽ വിശ്വാസങ്ങൾ വരുന്ന സ്റ്റേജിനെയാണ് നമ്മൾ മോറൽ ഡയമെൻഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് ഫേസസ് ഓഫ് ഡെവലപ്മെൻറ്റൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ടാസ്ക്. അപ്പോൾ എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒന്ന് ഡെവലപ്മെൻറ്റിൻ്റെ ഫേസുകളാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ ഫേസുകൾ? അതായത് ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ് അത്തരത്തിലുള്ള സ്റ്റേജുകളെയാണ് ഉദ്ദേശിക്കുന്നത് ഫേസസ് ഓഫ് ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളതുകൊണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ ഡെവലപ്മെൻറ്റ് ടാസ്ക് എന്നുള്ളതുകൊണ്ട് പറയുന്നത്? ഇതൊന്നിച്ചൊരു ടേമിനകത്താണ് നമ്മൾ പറയുന്നത്, ഒരു ടൈറ്റിലിൻ്റെ താഴെയാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിൽ ഇപ്പോൾ ഇൻഫാൻസി ആയിക്കോട്ടെ, ചൈൽഡ്ഹുഡ് ആയിക്കോട്ടെ, അഡോളസൻസ് ആയിക്കോട്ടെ, ആ ഒരു ഇൻഫാൻസിയിലുള്ള ഒരു കുട്ടി എന്തൊക്കെ ടാസ്കുകൾ ചെയ്യണം, അവൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവനിൽ പ്രകടമായിട്ട് കാണണം എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ. അതായത് ഇൻഫാൻസിയിൽ ആ ഒരു കുട്ടിയിൽ ഇന്ന ചേഞ്ചസ് ആണ് വരേണ്ടത്, ഇന്ന ടാസ്കുകൾ അവൻ ഏർപ്പെടണം. ഇപ്പോൾ എന്താ പറയുക, മുട്ടുകുത്തി നടക്കാനാണെങ്കിൽ പിടിച്ച് നിൽക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി, ഇതൊക്കെയും എന്താണ് ഡെവലപ്മെൻറ്റൽ ടാസ്കുകളാണ്. ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ ഓരോ ഫേസിലും ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന ടാസ്കുകൾ ഇതൊക്കെ ചെയ്തിരിക്കണം എന്നുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ മൂന്നും ടേംസ് എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഫോർ ദ ഫസ്റ്റ് ഇയർ ആഫ്റ്റർ ബർത്ത് എ ബേബി ഈസ് കോൾഡ് ആൻ ഇൻഫാൻറ്റ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് വർഷങ്ങളാണ് നമ്മൾ ഇൻഫാൻറ്റ് എന്നുള്ളത് പറയാറുള്ളത്. ശിശു ആയിരിക്കുന്ന ഒരു സമയത്തിനെയാണ് അങ്ങനെ പറയാറുള്ളത്. ഏർലി ചൈൽഡ്ഹുഡ് ബിഗിൻസ് അറ്റ് ഏജ് 2 വെൻ എ ചൈൽഡ് മേ ബി റെഫേർഡ് ടു ആസ് എ ടോഡ്ലർ. അപ്പോൾ ഇത് നമ്മൾ ഇൻഫാൻസി ചൈൽഡ്ഹുഡിനെ കുറിച്ച് നമ്മൾ പല സ്ഥലങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഏജുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ചില കേസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 1-2 വർഷങ്ങളെ മാത്രമാണ് ഇൻഫാൻസി എന്ന് പറയാറുള്ളൂ. ചില സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 5 വർഷം വരെ, 5 വയസ്സ് വരെ നമ്മൾ ആ ഒരു ശൈശവകാലമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ചൈൽഡ്ഹുഡ് കണ്ടിന്യൂസ് അണ്ടിൽ അഡോളസൻസ് വിച്ച് ജനറലി കോയിൻസൈഡ്സ് വിത്ത് ദ ടീൻ ഇയേഴ്സ്. അപ്പോൾ ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൊട്ട് പുറകെ വരുന്ന കാര്യമാണ് അഡോളസൻസ് എന്നുള്ളത്. അഡോളസൻസ് ഇസ് ദ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ഇൻ ടു അഡൾട്ട്ഹുഡ്. അപ്പോൾ അവിടെ നിന്നാണ് അഡൾട്ട്ഹുഡിലേക്കുള്ള ട്രാൻസിഷൻ വരുന്ന ഒരു സ്റ്റേജ്. ഇനി ഇതിൽ ഓരോന്നിനെയും സെപ്പറേറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇൻഫാൻസി എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇൻഫാൻസി, ഏത് കാലഘട്ടമാണ്, അതേപോലെ തന്നെ അതിനകത്ത് വരുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്തൊക്കെയാണ്, ഇൻഫാൻസിയിൽ ചെയ്യുന്ന മെയിൻ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അല്ലാണ്ട് എല്ലാ ടോപ്പിക്സും അല്ലെങ്കിൽ എല്ലാ ഡെവലപ്മെൻറ്റൽ ടാസ്കും ഇതിനകത്ത് പറയുന്നില്ല. അത് നമ്മുടെ മാർക്ക് അനുസരിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇതൊക്കെ നമുക്കൊരുവിധം അറിയാവുന്നതാണ്, നമുക്കറിയാലോ. ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടി എന്തൊക്കെ ചെയ്യും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടി എന്തൊക്കെ ചെയ്യും, അതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ സെൻസിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ജസ്റ്റ് ഞാനൊന്ന് പറയണം. ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ ഫ്രം ബർത്ത് ടു 5 years, ഏകദേശം നമുക്ക് ഒരു 5 വയസ്സ് വരെ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാവുന്നതാണ് ഒരു ഇൻഫാൻസിയിൽ. ഇൻക്രീസസ് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ചൈൽഡ്സ് ബോഡി. ഉയരം, തടിയും അല്ലെങ്കിൽ വെയിറ്റും ഒക്കെ ഭാരമൊക്കെ കൂടുന്ന ഒരു സ്റ്റേജാണ്. മിൽക്ക് ടീത്ത് അപ്പം നമ്മൾ പാൽപ്പല്ല് മുളയ്ക്കുക എന്നൊക്കെ പറയില്ല, അതൊക്കെ വരുന്ന ഒരു സ്റ്റേജാണ്. ബ്രെയിൻ ഗ്രോത്ത് ഇസ് മോർ റാപ്പിഡ്. ബ്രെയിനിൻ്റെ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു സമയമാണ്. Gradual growth of ability to attend, perceive, to discover, to remember, to learn, to reason, to take decisions, to solve problems, etc. ഗ്രോത്ത് വരുന്ന കാര്യങ്ങൾ എന്തിലൊക്കെയാണ്? ഒരു കാര്യം അറ്റൻഡ് ചെയ്യാനും അതേപോലെ തന്നെ പെർസീവ് ചെയ്യാനും ഡിസ്കവർ ചെയ്യാനും ഓർത്ത് വയ്ക്കാനും പഠിക്കാനും ഒക്കെയുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കാണാനായിട്ട് സാധിക്കും. ഫെയിൽസ് ടു തിങ്ക് വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ്. പക്ഷേ ആ കുട്ടികൾക്ക് എന്തിനും 5 വയസ്സ് വരെയുള്ള കുട്ടിക്ക് കൃത്യമായിട്ട് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് സ്വയം തീരുമാനിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആയിട്ടും ഉണ്ടായിരിക്കില്ല. അതാണ് ഒരു ഇൻഫാൻസിയുടെ മെയിനായിട്ട് വരുന്ന പോയിന്റ്സ്. ഇനി അടുത്ത ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ പറയാറുള്ളത്. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ബോൺസ് ആൻഡ് മസിൽസ്. ബോൺസും മസിൽസും ഒക്കെ 5 വയസ്സുള്ള കുട്ടിയേക്കാൾ കൂടുതൽ പെട്ടെന്ന് തന്നെ വളരുന്നത് നമുക്കൊരു 6 to 12 വയസ്സുള്ള കുട്ടികളിൽ കാണാൻ സാധിക്കും. പെർമനൻറ്റ് ടീത്ത് ബിഗിൻ ടു അപ്പിയർ. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ മിൽക്ക് ടീത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ പെർമനൻറ്റ് ടീത്ത് സ്ഥിരമായിട്ടുള്ള പല്ല് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് മോട്ടോർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഓടുക ചാടുക അത്തരത്തിലുള്ള ദേഹം കൊണ്ടുള്ള ഒരു മോട്ടോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ വളരെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുന്നത് നമുക്ക് കാണാം. ഒരു 5 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും വീഴാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇവിടെയൊക്കെ ആകുമ്പോഴേക്കും ഒന്നും കൂടി സ്റ്റേബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്നുണ്ടാവും. സ്റ്റാർട്ട് ടു ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ട് കമ്പനി ആവാനും സംസാരിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ക്യാൻ കൺട്രോൾ ഇറ്റ്സ് ഇമോഷൻസ്. കുറേയൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ സങ്കടം വന്നാൽ ചിലപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ സന്തോഷം വന്നാൽ ആ ഒരു ചേഞ്ചസ് ഒക്കെ വ്യത്യാസം അല്ലെങ്കിൽ എന്താ പറയുക അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും ഒരുപാട് ചേഞ്ചസ് വരുന്നതായിട്ട് നമുക്ക് കാണാം.
ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്, അതേപോലെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക, സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ഇൻട്രസ്റ്റ് തൊട്ട് മുന്നത്തെ 5 വർഷത്തിലേക്ക് കൂടുതൽ നമുക്ക് ഈ 6 to 12 വർഷത്തിലേക്ക് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ കുട്ടികളിൽ കാണുന്നതായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അഡോളസൻസ് ആണ്. കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സ്റ്റേജ് ആണ് ഇത് അഡോളസൻസ്. ഫ്രം 13 to 19 ഇയേഴ്സ്, ഒരു ടീൻ ഏജ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അറ്റൈൻ സെക്ഷൽ മെച്യൂരിറ്റി, ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് സെക്ഷൽ മെച്യൂരിറ്റി വരുന്ന ഒരു സ്റ്റേജാണ് നമ്മുടെ അഡോളസൻസ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ്, ഇന്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ ഓർഗൻസിൻ്റെയും ഡെവലപ്മെന്റ് ഏകദേശം ഒരു കംപ്ലീറ്റ് ആവുന്ന ഒരു സ്റ്റേജാണ് നമ്മുടെ അഡോളസൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ബേഡ്സ് ആൻഡ് മസിൽസ് ഗ്രോ ഫാസ്റ്റർ ആൻഡ് വോയിസ് പാറ്റേൺ ബിക്കംസ് റഫ് ഇൻ ബോയ്സ്. ബോയ്സിനെ സംബന്ധിച്ച് ഒരു കൗമാരം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് താടി മീശകളൊക്കെ വളരാൻ തുടങ്ങും, അതേപോലെ തന്നെ മസിൽസ് ഒക്കെ ഒന്നുകൂടി സ്ട്രോങ് ആവാൻ തുടങ്ങും, ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങും, അതുപോലെ അവരുടെ ശബ്ദമൊക്കെ ഭയങ്കര റഫായിട്ട് മാറുന്നതൊക്കെ നമുക്ക് കാണാം. വോയിസ് ഓഫ് ഗേൾസ് ബിക്കം സോഫ്റ്റ് ആൻഡ് വീക്ക്. പെൺകുട്ടികളിലാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇന്റലിജൻസ് ഇസ് ഫ്ലോറിഷ്ഡ്, ഒരു ബുദ്ധിശക്തിയൊക്കെ നന്നായി തഴച്ച് വളരുന്ന അല്ലെങ്കിൽ വളരെ നന്നായി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഹയസ്റ്റ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, ഇമോഷൻസ് ഭയങ്കര ഇൻസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ്. കാരണം ദേഷ്യവും അങ്ങനത്തെ കുറേ എന്താ പറയുക അവനവനെ കുറിച്ചൊരു ഐഡിയ കിട്ടാത്തൊരു സിറ്റുവേഷൻ എല്ലാം കൂടെ ആയിട്ടുള്ള പല ഇമോഷൻസ് ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റഡ് ഇൻ ഓപ്പോസിറ്റ് സെക്സ്, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സിനോടൊരു താല്പര്യം തോന്നുന്ന ആ ഒരു പീരീഡാണ്. ഹൈ മോറൽസ് ആൻഡ് എത്തിക്സ്, അവർക്ക് ഞാൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ മൊറാലിറ്റി ഉണ്ട്, അത്തരത്തിലുള്ള ഒരു എനിക്ക് എൻ്റെതായ എത്തിക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശാഠ്യം പിടിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് മോറൽസും എത്തിക്സും ഒക്കെ സ്വയം ഫോം ചെയ്തെടുക്കുന്ന പ്രായമാണ് അഡോളസൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്